മദ്രാസി AR മുരുകദോസ് സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ, വിദ്യുത് ജാംവാൾ, ബിജു മേനോൻ, രുക്മിണി വസന്ത് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ഈ തമിഴ് ക്രൈം ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. മനസ്സിന് നല്ല സുഖമില്ലാത്ത രഘുവിന്റെയും കാമുകി മാലതിയുടെയും ഇടയിലേക്ക് ഒരു ഗൺ മാഫിയയും NIA ഒക്കെ കൂടി വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് മദ്രാസി എന്ന സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു ആവറേജിന് അടുത്തുള്ള ഒരു പടം. വലിയ രസമൊന്നും എനിക്ക് തോന്നിയില്ല. വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ സക്സസ് ഫോർമുല ടൈപ്പ് മസാലകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച ഒരു സ്ഥിരം ആക്ഷൻ പടമാണ് മദ്രാസി. പടത്തിൽ പോസിറ്റീവായിട്ട് പറയാനുള്ളത് കുറച്ച് നല്ല ഫൈറ്റ് സീക്വൻസുകളാണ്. ഫൈറ്റ് ആണ് പടത്തിന് ആകെ ഗുണം ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു അരമണിക്കൂർ അത്രയും ഭാഗം പടത്തിൻ്റെത് നൈസ് ആണ്. അപ്പോഴത്തെ ആക്ഷൻ, SKയുടെ പെർഫോമൻസ്, വില്ലന്റെ ആക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഒക്കെ അത്രയും ഭാഗം നന്നായിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി നമ്മൾ ബാക്കി ഒരു 2.25 മണിക്കൂർ നേരം പല ക്രിഞ്ചുകളും സഹിച്ചു കണ്ടിരിക്കേണ്ടി വരും. തുടക്കത്തിലെ വിദ്യുത് ജാംവാളിന്റെ ഒരു ഇൻട്രോ അത് നൈസ് ആയിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ പടത്തിലെ വിദ്യുത് ജാംവാൾ വളരെ നല്ലതാണ്. പുള്ളിയുടെ ആക്ഷന്, സ്വാഗം ഒക്കെ കിടുവായിരുന്നു. അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ് പുള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇതില് ശിവകാർത്തികേയനെ ഔട്ട്ഷാഡോ ചെയ്തു എന്ന് പറഞ്ഞാലും തെറ്റില്ല. നായകന് കിട്ടുന്നതിനേക്കാൾ കിടു ഇൻട്രോയാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത് പടത്തില്. അപ്പോഴുള്ള തിയേറ്ററിലെ റെസ്പോൺസ് ആണെങ്കിലും അതുപോലെ തന്നെ വിദ്യുതിന്റെ തന്നെ പുള്ളി രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് കിടുവായിരുന്നു. അതിന് കിട്ടിയ റെസ്പോൺസും ഗംഭീരമായിരുന്നു. സോ മൊത്തത്തില് ഈ പടത്തിന്റെ ഒരു പോസിറ്റീവ് തന്നെ വിദ്യുത് ജാംവാളിന്റെ സാന്നിധ്യമാണ് എന്ന് പറയാം. ശിവകാർത്തികേയൻ ആ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ കുഴപ്പമല്ല, വളരെ ക്രിഞ്ച് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇതിലെ നായകനെ എഴുതി വെച്ചേക്കുന്നത്. പടത്തിന്റെ ഒരു 3/4 ഭാഗവും വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ആണെങ്കിലും പ്രണയം, അതുപോലെ സൈക്കോ തരം, ഇതൊന്നും അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. ഒരു മെനയുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു 30 മിനിറ്റ് ആണ് പുള്ളി നന്നായിട്ടുള്ളത്. അവിടെയാണ് പുള്ളിയുടെ ആ ഒരു അസുഖം ഒക്കെ കൊണ്ട് ഫൈറ്റിന് ഒരു ഗുണം വന്നിട്ടുള്ളത്. AR മുരുകദോസിന് ഈ നായകൻ എന്തെങ്കിലും ഒരു വിചിത്ര അസുഖം കൊടുക്കാതെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല എന്ന് തോന്നി. അതും അല്ലെങ്കിൽ നായികയെ കൊല്ലും. നായകന്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അസുഖം ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗജനി തന്നെ അല്ലെ. ഗജനി പോലെ എന്തിനെടുക്കണം, നമുക്ക് ഗജനി തന്നെ വേറെ രീതിയിൽ എടുത്താൽ പോരെ, അസുഖം ഒന്ന് മാറ്റിക്കളയാം. അങ്ങനെ തോന്നി എഴുതിയ സ്ക്രിപ്റ്റും നായകനും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. NIA ഹെഡായിട്ട് വന്ന ബിജു മേനോൻ ആ റോൾ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സ്വന്തം സൗണ്ടിലാണ് ഡബ് ചെയ്തിരിക്കുന്നതും. ഡീസന്റ് റോൾ ആൻഡ് ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ നായിക മാലതിക്ക് കഥയിൽ പ്രാധാന്യമുണ്ട്. രുക്മിണി വസന്ത് എന്ന കന്നഡ നടിയാണ് ചെയ്തേക്കുന്നത്. അതും നീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ പ്രണയരംഗങ്ങൾ അത്യാവശ്യം കട്ടക്രിഞ്ച് തന്നെയായിരുന്നു. ചിരാഗായിട്ട് വന്ന ഷബീർ കല്ലറക്കലും കുഴപ്പമില്ലായിരുന്നു. വിക്രാന്ത്, തലൈവാസൽ വിജയ്, വിമല രാമൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. സുദീപ് എളമന്റെ ക്യാമറയും ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗും ഒക്കെ കൊള്ളാം. അതുപോലെ മ്യൂസിക് ചെയ്തത് അനിരുദ്ധാണോ എന്ന് എനിക്ക് സംശയം തോന്നി. പുള്ളി സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു ഹൈ സംഭവം തരുന്നതാണ്. ഇതില് അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. സ്റ്റണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്ന ചില BGM ഓക്കെ ആയിരുന്നു എന്ന് ഒഴിച്ചാൽ പാട്ടുകളൊന്നും ഓർമ്മയിൽ പോലും നിൽക്കുന്നില്ല. ആവശ്യത്തിന് അനാവശ്യത്തിന് കുറെ പാട്ടുകളുണ്ട്, അത് വേറെ കാര്യം. പിന്നെ പടത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് സ്റ്റണ്ട് കൊറിയോഗ്രഫിയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു 20-25 മിനിറ്റോളം പടത്തിന്റെ നല്ല പോർഷൻസ് എന്ന് പറയുന്ന ഭാഗം അതാണ്. അവിടുത്തെ സ്റ്റണ്ടും സംഭവങ്ങളും ഒക്കെ കൊള്ളാം. നെഗറ്റീവ്സ് പറഞ്ഞാൽ വളരെ കാലാഹരണപ്പെട്ട സ്ക്രിപ്റ്റ്. പണ്ട് ഗജനിയുടെയും തുപ്പാക്കിയുടെ ഒക്കെ ഒരു ഹാങ് ഓവറിൽ നിന്നും ഇതുവരെയും ഡയറക്ടർ വിട്ടുമാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പടത്തിനൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രോ കൊടുക്കുക, പിന്നെ നായകന്റെ ഒരു ഇൻട്രോ ഡാൻസ്, നായികയുടെ ഇൻട്രോ പാട്ട്, പ്രേമം, പിന്നെയും പാട്ട്, പിന്നെ വില്ലൻ വരുന്നു, കോൺഫ്ലിക്റ്റ്. ഈ ഒരു സ്ഥിരം ഫോർമാറ്റിനിടയ്ക്ക് മുരുകദോസിന്റെ സ്പെഷ്യാലിറ്റി ആയ നായകന്റെ അസുഖം കൂടി കൂട്ടിച്ചേർത്തേക്കുന്നു. ഇത് 2025 കാലം മാറി, പ്രേക്ഷകർ മാറി, സിനിമ മാറി എന്നുള്ള ഒന്നും മുരുകദോസ് അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും പ്രേക്ഷകർക്ക് ഇതൊക്കെ മതി എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പൊ കുറെ ഫാൻസുകളുണ്ട്, അവർക്ക് ഇതുപോലൊരു പടം മതി, ജസ്റ്റ് ആക്ഷൻ മാത്രം നന്നായാൽ മതി, അതിനപ്പുറം എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് കലക്കി കൊടുത്താൽ മതി. അങ്ങനെ ഫാൻസിനെ പറ്റിക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റിൽ ഒരുക്കിയ ഒരു ആക്ഷൻ പടമാണിത്. ഇതെല്ലാം പോരാത്തതിന് പടത്തിന് ഒടുക്കത്തെ നീളവുമാണ്. പിന്നെ കഥാപാത്രങ്ങളോടോ കഥയോടോ ഒന്നും നമുക്ക് യാതൊരു ഇമോഷണൽ കണക്ഷനും തോന്നാത്തത് കൊണ്ട് നായകൻ മരിച്ചാലും നായിക മരിച്ചാലും ഒന്നും നമുക്കൊന്നും തോന്നുന്നില്ല. പിന്നെ ലോജിക്കിനെ പറ്റി ഞാൻ മിണ്ടുന്നില്ല. ഈ പടത്തിന് മദ്രാസി എന്ന് പേരിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പേരും ഈ പടവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ നായകൻ തമിഴ്നാട്ടുകാരനാണ്, മദ്രാസിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണെങ്കിൽ ഒട്ടുമിക്ക തമിഴ് പടങ്ങൾക്ക് മദ്രാസി എന്ന് പേരിടേണ്ടി വരും. ഇതിന് പറ്റിയ പേര് വല്ല സൈക്കോ കാതലെന്നോ ഗജനിയുടെ കസിന്നോ അങ്ങനെ വല്ലോ ആയിരുന്നു. ആകമൊത്തം ടോട്ടലിൽ ഒരു ബിലോ ആവറേജ് ടെംപ്ലേറ്റ് തട്ടിക്കൂട്ട് ഫോർമുല മസാല ആക്ഷൻ പടമാണ് മദ്രാസി. കാലാഹരണപ്പെട്ട സ്ക്രിപ്റ്റ്, കാലാഹരണപ്പെട്ട മേക്കിംഗ്, ആകെ കുറച്ച് നല്ല ഫൈറ്റ് സീക്വൻസുകളുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം താല്പര്യമുള്ളവരെ ഫാൻസിനെയും പടം തൃപ്തിപ്പെടുത്തിയേക്കാം. 2 മണിക്കൂർ 48 മിനിറ്റ് ആണ് പടത്തിന്റെ റൺ ടൈം. പടത്തിൽ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. ബ്രൂട്ടൽ ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്താണ് കാണിച്ചേക്കുന്നത്. 18+ കൊടുത്തിട്ട് അങ്ങനെ ബ്ലർ ചെയ്ത് കാണിക്കുകയായിരുന്നെങ്കിൽ ആ വയലൻസിന്റെ ബ്യൂട്ടി കൊണ്ടെങ്കിലും പടം കുറച്ചുകൂടെ ഹൈ ആയേനെ, അല്ലെങ്കിൽ പടത്തിന് അത് കുറച്ചുകൂടെ ഗുണം ചെയ്തേനെ എന്ന് എനിക്ക് തോന്നി. അതുമില്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.